നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ സ്ത്രീപക്ഷക്കാരെ തികച്ചും നിരാശപ്പെടുത്തുന്ന വാർത്തകളായിരുന്നു പത്രങ്ങളിൽ. ഏതാണ്ട് ഒരു മാസമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീപീഡന കേസ് തുടങ്ങി ഇതുവരെയുള്ളതെല്ലാം സ്ത്രീകളെ നിരാശപ്പെടുത്തുന്ന കേസുകൾ തന്നെയായിരുന്നു. എനിക്ക് ഏറ്റവും വലിയ കോമഡിയായിട്ട് തുടങ്ങിയത് കേരളത്തിലെ പുരുഷന്മാരെ സംരക്ഷിക്കാനായി രാഹുൽ ഈശ്വർ നിരാഹാരം കിടക്കുന്നതും പുരുഷന്മാരുടെ മെൻസ് കമ്മീഷൻ വേണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘടനയുണ്ടാക്കി അതിൽ പ്രവർത്തിക്കുന്ന അജിത് കുമാർ അദ്ദേഹത്തിന് നൽകുന്ന പിന്തുണയൊക്കെയായിരുന്നു എന്നെ ഏറ്റവും രസിപ്പിച്ച വാർത്തകൾ. അതിലെ കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ സ്ത്രീകൾ ഏറ്റവും സുരക്ഷിതമല്ലാത്ത സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഈ കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഈ മരമണ്ടന്മാർ പുരുഷന്മാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ ബസ്സുകളിൽ, തിരക്കേറിയ ബസ്സുകളിൽ പകൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല. 6 മണി കഴിഞ്ഞാൽ കേരളത്തിലെവിടെയും സ്ത്രീകൾക്ക് ഇറങ്ങി യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അത് ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീ ബസ്സിൽ ഉണ്ടാകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവൾക്ക് ഒരു പ്രശ്നമുണ്ടായെന്ന് കരുതുക. അവൾ എത്ര വെച്ചാലോ അതിലുള്ള സ്ത്രീകളോ പുരുഷന്മാരോ അവളെ സപ്പോർട്ട് ചെയ്യില്ല. ഇനി അവളൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ടാൽ സോഷ്യൽ മീഡിയയിൽ അവൾക്ക് നേരെ കടുത്ത സൈബർ ആക്രമണം. അത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം അതിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അത്ര മോശമാണ് കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ. അത്ര മോശമാണ് കേരളത്തിലെ സ്ത്രീവിരുദ്ധരുടെ പ്രവർത്തനം. ഈ സ്ത്രീവിരുദ്ധരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഈശ്വറും അജിത് കുമാറും ശ്രീലേഖ IPSഉം PC ജോർജും ഗോവിന്ദചാമിയും നടി പ്രിയങ്കയും ഒക്കെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്നതാണ് കൗതുകം. നമ്മുടെ എല്ലാ വീട്ടിലും സ്ത്രീകളുണ്ട്. നമ്മളുടെ വീട്ടിലുള്ള എല്ലാ സ്ത്രീകൾക്കും, അല്ലെ നമ്മളുടെ സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ ദുരവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ദുരവസ്ഥയിൽ ജീവിക്കുന്ന സ്ത്രീകളുള്ള ഒരു നാട്ടിലാണ് സ്ത്രീവിരുദ്ധത വീണ്ടും പ്രചരിപ്പിക്കുന്നതിനായി ഈ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കണം. തീർച്ചയായും പൊതുജനധാരയിൽ നിന്ന് ഇവരെ അകറ്റി നിർത്തുക തന്നെ വേണം. ഒന്നോർക്കുക, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫെമിനിസ്റ്റുകൾ, കൂത്തിച്ചികൾ എന്നൊക്കെ പറഞ്ഞ് ആക്ടിവിസ്റ്റുകളെ തെറി പറയുന്ന, വനിതാ ആക്ടിവിസ്റ്റുകളെ തെറി പറയുന്ന ഇവർ ശരിക്കും സൈക്കോകളാണ്. നിങ്ങളുടെ അടുത്തോ നിങ്ങളുടെ സൗഹൃദത്തിലോ ഇത്തരം ആൾക്കാരുണ്ടെങ്കിൽ അവരെ അകറ്റി നിർത്തുക തന്നെ വേണം. ഇതിനു മുമ്പും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോടതികൾ, നമ്മുടെ സർക്കാരുകൾ, നമ്മുടെ മന്ത്രിമാർ, നമ്മുടെ രാഷ്ട്രീയക്കാർ ഇവരെല്ലാം ശരിക്കും സ്ത്രീവിരുദ്ധതാണ്. പലരും സ്ത്രീവിരുദ്ധതയില്ല എന്ന്, ഞങ്ങൾ സ്ത്രീയുടെ പക്ഷമാണ് എന്ന് പറയുമ്പോഴും അത് വെറും ഒരു പൊയ്വാക്കാണ്. അവർ ശരിക്കും സ്ത്രീവിരുദ്ധർ തന്നെയാണ്. അവർ പുരുഷഭാഗത്താണ്. അവരെ നമ്മളുടെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തുകയും നമ്മൾ അവരെ തിരിച്ചറിയുകയും വേണം. ഏറ്റവും ദുഃഖകരമായി എനിക്ക് തോന്നിയത്, ഇപ്പോൾ നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ കുറ്റവാളിയാണ് എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ്, കുറ്റം ചെയ്തു എന്ന തോന്നലുള്ളത് കൊണ്ടാണ് അയാളുടെ പാർട്ടിയിൽ നിന്ന് അയാളെ പുറത്താക്കി കോടതി അയാൾക്ക് മുൻകൂർ ജാമ്യം നൽകുന്നില്ല. എന്നിട്ട് പോലും അയാളെ അനുകൂലിച്ച് പോസ്റ്റുകൾ ഇടുന്നവർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ അവരാണ് കേരളത്തിലെ സ്ത്രീവിരുദ്ധർ. അവരുടെ ഐഡികൾ നിങ്ങൾ നോക്കി വെക്കുക. അവരുമായിട്ടുള്ള സൗഹൃദം അവസാനിപ്പിക്കുക. അവരെ പൊതുധാരയിൽ നിന്ന് അകറ്റി നിർത്തുക. അവരെ നിങ്ങളുടെ സൗഹൃദ കൂട്ടായ്മകളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ, കേരളത്തിലെ കോടതികളിൽ പോലും സ്ത്രീകൾക്ക് വേണ്ട നീതി ലഭിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് സിനിമാ നടൻ ദിലീപിൻ്റെ കേസിൽ ഇന്നലെ വന്ന വിധി. ഇതിനെക്കുറിച്ച് ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ നല്ല ചർച്ചയാകണം. കൂടുതൽ ധീരതയോടെ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും കേരളത്തിലെ പുരുഷന്മാർ മുന്നോട്ട് വരണം. വിരലിലെണ്ണാവുന്ന ചില കേസുകളിലും, ക്രിമിനൽ കേസുകളിലും, ചില കുടുംബ കോടതിയിൽ വന്ന ചില കേസുകളിലും അപൂർവം ചില പുരുഷന്മാർക്ക് നീതി കിട്ടാതെ പോയതിൻ്റെ നിഴലിൽ മാത്രമാണ്
പുരുഷ സംരക്ഷണം എന്നൊരു ചിന്ത കേരളത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം എന്താണെന്ന് കേരളത്തിലെ പുരുഷന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 70കളിലും 80കളിലും ഇവിടെ സ്ത്രീധന മരണങ്ങൾ വളരെ കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് 70കളിൽ. അന്ന് ആ കാലത്താണ് സ്ത്രീ സംരക്ഷണ നിയമവും സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി കൂടുതൽ നിയമങ്ങളും ലോക്സഭയിൽ പാസ്സാക്കിയത്. അത് പാസ്സാക്കുമ്പോൾ തന്നെ അന്നത്തെ പ്രതിപക്ഷങ്ങൾ ഇത് പുരുഷന്മാർക്ക് നെഗറ്റീവായി ബാധിക്കും എന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിലും ആ നിയമം വന്നതുകൊണ്ടാണ് സ്ത്രീധന മരണങ്ങൾ ഭയങ്കരമായി കുറഞ്ഞത് എന്നുള്ളത് നമുക്ക് മറക്കാനാവാത്ത ഒരു വസ്തുതയാണ്. ഈ നിയമം നിലവിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര സ്ത്രീധന മരണങ്ങളുണ്ടായി, എത്ര പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു, എത്ര പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് തന്നെ അറിയാം. കേരളത്തിലെ പെൺകുട്ടികളിൽ വിദ്യാഭ്യാസവും സ്വന്തമായി തൊഴിലും സ്വന്തം കാലിൽ നിൽക്കാൻ ധൈര്യമുള്ള പെൺകുട്ടികൾ ഇന്ന് ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കേരളത്തിലെ പുരുഷന്മാർ തന്നെയാണെന്നുള്ളത് കേരള സമൂഹം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, കോടതികളിൽ നിന്നും സർക്കാരുകളിൽ നിന്നും നമ്മുടെ പെൺകുട്ടികൾക്ക് സംരക്ഷണം ലഭിക്കാത്തിടത്തോളം നമ്മൾക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളുടെ ജീവിതധാരയിൽ നിന്നും ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളിൽ നിന്നും സ്ത്രീവിരുദ്ധരെ കണ്ടെത്തുകയും അവരെ അകറ്റി നിർത്തുകയും അവരുമായിട്ടുള്ള ചങ്ങാത്തം ഇല്ലാതാക്കുകയും ആണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ കേരളത്തിലെ സ്ത്രീവിരുദ്ധതയ്ക്ക് ഒരു അന്ത്യം കുറിക്കാനാകൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.